ഇത് ഫുള്ള് തേനായിട്ടിരുന്ന ഫുള്ള് കാലിയായി. ഇപ്പം വെയിറ്റും ഇല്ല. വിരളിൻ്റെ അറ്റത്തൊരു കുത്ത് കിട്ടി. ഇവിടെ വരെ നീരടിച്ചു, കൈമുട്ട് വരെ നീരടിച്ചു. ഒറ്റ കുത്തേ കിട്ടിയുള്ളൂ. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വെക്കുന്ന ഈ എഡ്ജിലും ഒക്കെ ഈച്ചകൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞെരുങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വയലുണ്ട്. ഇതിപ്പോൾ അല്പം വയലൻ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു മൂവ്മെൻറ്റ് കാണിച്ച് നമ്മളെ കിട്ടും. അനങ്ങാതിരിക്കുക ഇപ്പം. അപ്പോൾ അതിനിപ്പോൾ ചെയ്യേണ്ടത് ഒരു ഈ ചിറക് ഇങ്ങനെ വിടർത്തിക്കൊണ്ട് വരുന്ന കണ്ടില്ലേ, അത് വയലൻ്റ് ആയതാണ്. അപ്പോൾ ആരൊന്ന് സമീപിക്കാൻ ഒരു സ്മോക്ക് കൊടുത്താൽ മതി. ഇത് ഫുള്ള് തേനായിട്ടിരുന്ന ഫുള്ള് കാലിയായി. ഇപ്പോൾ വെയിറ്റും ഇല്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ തേനീച്ച കൃഷിയുടെ ഈ തേൻ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഏറ്റവും നല്ലൊരു മാനസിക ഉല്ലാസം കൂടായത്, നല്ലൊരു എൻജോയ്മെൻ്റാണ്. ഓരോ പ്രാവശ്യം നമ്മളിത് എടുക്കുമ്പോൾ അതിനൊരു എന്തെങ്കിലും പുതിയ ഓരോന്നെങ്കിലും പഠിക്കാൻ കാണും ഇതിനകത്ത്. പിന്നെ പൊതുവേ ഈ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ജീവികളിൽ പെടുന്നത് തേനീച്ച. ഇത് അട കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് പോകാതിരിക്കാൻ, അതായത് നമ്മളൊരു ബേസ്മെൻറ്റ് കൊടുക്കണം ആദ്യം അവർക്ക്. അപ്പോൾ അത് താഴേന്ന് ഒരു കാലിയട എടുത്ത് അത് കട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ബേസ്മെൻറ്റ് ഇട്ട് കൊടുക്കണേ. ആ ബേസ്മെൻറ്റിൽ നിന്നായിരിക്കും ഒരു കെട്ടി മേലോട്ട് ഇങ്ങനെ മുട്ടിക്കുന്നത്. അങ്ങനെ ബേസ്മെൻറ്റ് ഇട്ട് കൊടുക്കുമ്പം കൊടുക്കുന്ന റബ്ബർ ബാൻഡാണ്, രണ്ട് സൈഡിലേക്ക് പോകാതിരിക്കും. ഇത്രയേ ഉള്ളൂ തേനെടുപ്പ്. അടുത്ത കൂടെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ എടുത്ത് കൈ പിടിക്കാൻ തരാം. അതായത് ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മമ്മി ഇത് കുടുംബശ്രീയിൽ നിന്ന് കിട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെ എടുത്തപ്പം വിരളിൻ്റെ അറ്റത്തൊരു കുത്ത് കിട്ടി. ഇവിടെ വരെ നീരടിച്ചു, കൈമുട്ട് വരെ നീരടിച്ചു. ഒറ്റ കുത്തേ കിട്ടിയുള്ളൂ. ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ആദ്യമായിട്ട് കിട്ടുമ്പോൾ നല്ല അരക്കുണ്ട് കേട്ടോ. പിന്നെ ആന്റിബോഡി, അതായത് നമ്മുടെ ബാബ സുരേഷിന് പാമ്പ് കടിച്ച ഏക്കത്തിലെന്ന് പറയുന്ന പോലെ അത് തന്നെ. എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ ഈ കുത്തിനെതിരെയുള്ളൊരു പ്രതിരോധം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളവർക്ക് പാമ്പിൻ്റെ വിഷം പോലും ഭയങ്കരമായിട്ട് അവരെ ഏൽക്കത്തില്ലെന്നാണ് പറയുന്നത്. പാമ്പിൻ്റെ വിഷം കുഴപ്പമില്ലെന്നല്ല, പക്ഷേ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഇത്രയും ഗ്യാപ്പ് ഇട്ട് വെക്കും ഇത്? യെസ്, അത് ഇതിനു വേണ്ടി വെക്കുന്നത്. ഈ ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി വെക്കുന്നതാണ്. ഇത് നമ്മളായിട്ട് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് താഴത്തെ ആ ഒരു സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ. താഴെ ആ എന്തെങ്കിലും വരാതിരിക്കാനുള്ള. ബാക്കി നമ്മൾ ഒന്നും വെക്കുന്ന ഒന്നും സീലിങ്ങോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരുടെ പ്രൊട്ടക്ഷൻ അവർ തന്നെ നോക്കിക്കോളും. വേറെ ഒന്നുമില്ല. ഓ, ഇത് ഫുള്ളാണ്. ഇതിപ്പോൾ നമ്മൾ എന്നാ ലാസ്റ്റ് എടുത്തിരിക്കുന്നത്? ഇത് ഇത് നമ്മളെടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടല്ലേ? ഒരാഴ്ച കൊണ്ട് അവർ ഫില്ല് ചെയ്തു. ഒരാഴ്ച കൊണ്ട് അവർ ഇത്രയും നടക്കി. അതായത് ഒറ്റ തവണത്തെ എടുപ്പിൽ ഒരു കൂട്ടിൽ നിന്ന് എങ്ങനെയായാലും 1.5 കിലോ തേനിൽ കുറയാതെ കിട്ടും. 1.5 കിലോ തേനിൽ കുറയാതെ കിട്ടും. ഈ കൂട്ടിൽ നിന്ന് ഇപ്പോൾ മേളിൽ വരെ മുട്ടിച്ച് വെച്ചിരിക്കുമല്ലേ, 1.25 കിലോ കാണുന്നത്. അങ്ങനെ 2 മാസം നിങ്ങൾ കൂട്ടിയാൽ മതി. അതായത് ഈ മാർച്ച് ഏപ്രിൽ, ഇപ്പോൾ ഈ സീസൺ അതിനകത്തൊരു പ്രധാന ഇതാണ്, ഘടകമാണ്. ഈ വർഷത്തെ സീസൺ വളരെ നല്ല സീസണാണ്. പ്രത്യേകിച്ച് നമ്മുടെ റബ്ബറിനെയാണ് കൂടുതൽ ഇത് ആശ്രയിക്കുന്നത് തേൻ സീസണിൽ. റബ്ബറിന്റെ പൂക്കുന്ന സമയം അങ്ങനെ, റബ്ബറിന്റെ പൂക്കുന്ന സമയമാണ് തേൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെങ്കിലും റബ്ബറിന്റെ പൂവിൽ നിന്നല്ല ഈച്ച തേൻ എടുക്കുന്നത്. അല്ല. അതായത് തളിരിലയുടെ 3 ഇലകൾ ചേരുന്ന ഞട്ടുണ്ടല്ലോ, അവിടെയാണ് റബ്ബറിന്റെ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് വലിയ ഒരു അടയാണ്. അത് പുറത്തോട്ടൊക്കെ നല്ലപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷെ അവർ ഫില്ല് ചെയ്തതുമില്ല. അല്ല, ഇത് ഈ ഭാഗം അത്ര സീൽ ചെയ്തു, ഈ ഭാഗത്ത് അവർ സീൽ ചെയ്തിട്ടില്ല. അത് അട വെച്ചതിൻ്റെ ഒരു പ്രശ്നമാണത്. കുറച്ച് ഗ്യാപ്പ് പോകുന്നു അട വെച്ചപ്പം, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഒരടയും കൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നോ അതിനകത്ത്? ഇല്ലില്ല, 5 അടയേ ഉള്ളൂ. പക്ഷേ അത് ഈക്വൽ ഡിസ്റ്റൻസിൽ വെക്കണം.
5 അടയാണ് ഒരെണ്ണത്തിനകത്ത് വെക്കുന്നത് അല്ലേ? ഇതിന്റെ ഈ അട ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇത് ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത് അതോ തടി ഫ്രെയിം നമ്മൾ ഉണ്ടാക്കുന്നത്? നടുക്കത്തെ സംഭവം അവരാണ് ഉണ്ടാക്കുന്നത്. അല്ല, തടി ഫ്രെയിം നമ്മൾ ഉണ്ടാക്കുന്നത്. നടുക്കത്തെ ഇത് മെഴുകല്ലേ. അതിനെ വേണ്ട. അതെ 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 ആവേശം വേണ്ട. ഇങ്ങോട്ടും നിന്ന് മുഖത്ത് കുത്ത് കിട്ടിയാൽ പിന്നെ കാണാതെ ശേലുണ്ടായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു തവണ എടുക്കുമ്പോൾ 1.5 കിലോ പറഞ്ഞു എന്തായാലും കിട്ടും ഒരു കുട്ടീനെ. അങ്ങനെ സീസൺ നല്ലതാണെങ്കിൽ 2 മാസം ഉദ്ദേശിക്കുന്ന ഏത് മാസങ്ങളായിരിക്കും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഫെബ്രുവരി മുതൽ തുടങ്ങും, മെയ് വരെ. ഈ മാസത്തിൽ വലിയ ഞാൻ പ്രതീക്ഷിക്കണ്ട. നമ്മൾ 2 മാസം മാത്രം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. മാർച്ച്, ഏപ്രിൽ. അതിന് മുമ്പ് ശേഷവും കിട്ടുന്നത് ബോണസായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ശരി, മാർച്ച് ഏപ്രിലാണ് കറക്റ്റ് സീസൺ. മാർച്ച് ഏപ്രിൽ മാത്രം ഒരു കൂട്ടിൽ നിന്ന് സീസൺ നല്ലതാണെങ്കിൽ ഒരു തവണ 1.5 കിലോ തേൻ എടുക്കുമ്പോൾ കിട്ടും. അങ്ങനെ ഓരോ ആഴ്ചയും കിട്ടും. 2 മാസം ആകുമ്പോൾ 8 ആഴ്ച. 8 ആഴ്ച ആകുമ്പോൾ 1.5 കിലോ വെച്ച് കൂട്ടി നോക്കി. അപ്പം ഒരു കൂട്ടിൽ ഒരു വർഷമാണ് നമുക്ക് ഈ 12 കിലോ തേൻ കിട്ടുന്നത്, ഈ 2 മാസം കൊണ്ട് കിട്ടുന്നത്. അന്നേരം ഈ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ മെയ് മാസവും നമ്മളൊന്നും ചെയ്യേണ്ട. ഇതിന് മെയ് മാസം പ്രത്യേകിച്ച് ഒരു കെയറിങ് ചെയ്യേണ്ട. മെയ് മാസത്തിൽ ചെയ്യേണ്ട കെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒന്ന് വൃത്തിയാക്കുക. അടപ്പുഴ കയറാതെ ഈ അടിപ്പലകയൊക്കെ എടുത്ത് വൃത്തിയാക്കണം. അത് മാത്രം മെയിൽ ചെയ്താൽ മതി. ജൂണിൽ മഴ ശക്തമാകുമല്ലോ. മഴ ശക്തമാകുന്ന സമയം മുതൽ ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്ക് സത്യത്തിൽ ഈ തേൻ ഉത്പാദിപ്പിച്ച് വെക്കുന്നത് മഴക്കാലത്ത് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയാ. അതാണ് നമ്മൾ മോഷിച്ചോണ്ട് പോവുക. അപ്പൊ മഴക്കാലം ആകുമ്പോൾ ഇവർക്ക് ഫുഡില്ലല്ലോ. ഫുഡില്ലാണ്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ പഴച്ചാറുകൾ, അല്ലെങ്കിൽ ശർക്കരപ്പാനികൾ, അല്ലെങ്കിൽ പഞ്ചസാരപ്പാനി ഒക്കെ കലക്കി നമ്മൾ കൊടുക്കണം. അതിനാണ് ആ സമയത്ത് ആഴ്ചയിൽ ഒരു 150 ഗ്രാം പഞ്ചസാര വെച്ച് കൊടുക്കണം. ഇത് ഉറുമ്പ് കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കടന്തല് കയറി ആക്രമിക്കുന്നുണ്ട്. കുളവി, ആനക്കുളവി ഇതിന്റെ പ്രധാന ശത്രു. ഇതിന് 1-2 ശത്രുക്കളുണ്ട്. ആനക്കുളവി ഭയങ്കര ശത്രു. ഇതിന്റെ ഭയങ്കര ശത്രു. അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗം നമ്മൾ ചെയ്യാറുണ്ടോ? അതിന്റെ കൂട് കണ്ടെത്തി നശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ മാർഗം. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ആനക്കുളവെ പ്രതിരോധിക്കാൻ വേറെ ഓപ്ഷൻ. അവരെന്തിനായിരിക്കും ഇതിനകത്ത് കയറുന്നത്? അവര് ഈച്ചയെ പിടിച്ചോണ്ട് പോകും. അതായത് ഈ വാതിലിലൂടെ ഇറങ്ങി വരുന്ന ഈച്ചയെ കഴുത്തിന് പിടിച്ച് 2 കഷ്ണമാക്കി എടുത്തോണ്ട് അങ്ങ് പോകും. അവരുടെ കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ഒരു ശത്രുവാണ് പരുന്ത്. ചിലപ്പോൾ ശല്യം ചെയ്യും. പരുന്തിന്റെ ഒരു പ്രധാന ഭക്ഷണമല്ല ഈ തേനട. പക്ഷെ ഈ കൂടിനകത്തൊന്നും അങ്ങനെ അധികം ശല്യം ചെയ്തില്ല. ഒരു കൊല്ലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അതായത് അട ഏതാണ്ട് പുറത്ത് വെച്ചിരുന്ന ഒരു പരുന്ത് വന്ന് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് പോയി. അപ്പോൾ പരുന്തിന് മനസ്സിലായി ഇതിനകത്ത് സാധനം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇതെന്ത് ചെയ്യുന്നു, എന്നിട്ട് ഈ ചിറക് കൊണ്ട് ഈ കൂടങ്ങ് തട്ടിയിടും. തട്ടിയിട്ട് അതിനകത്തുനിന്ന് ഇതിനെ എടുത്തോണ്ടങ്ങ് പോകും. ഫ്രെയിമല്ല, അട കുത്തിപ്പറിച്ചോണ്ടങ്ങ് പോകും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, 4 ചുറ്റും കയറൊക്കെ കെട്ടി സ്ട്രോങ് ആക്കി വെച്ചു. അപ്പം പുള്ളി വന്നിരുന്ന് തട്ടിയിട്ടും മുട്ടിയിട്ടും വീഴുന്നില്ല. അങ്ങനെ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ പിറ്റേ കൊല്ലം വന്നില്ല. ആ ഒരു കൊല്ലം അങ്ങ് ഒരു അനുഭവം ഉണ്ടായുള്ളൂ പരുന്തിന്റെ ശല്യം. കാരണം ഈ മെയിലൊക്കെ എടുത്തിരിക്കുന്ന തേൻ അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഒരു ജൂൺ പകുതി മുതൽ അല്ലെങ്കിൽ പകുതിക്ക് ശേഷം മുതൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുവരെ അതിനകത്ത് കഴിക്കാനുള്ള തേൻ ഈ താഴത്തെ അടയിൽ ഞാൻ കാണിച്ചില്ല സീഡ് വെച്ചിരിക്കുന്നത്, ആ തേൻ അവർക്ക് ഉപയോഗിക്കാനുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം 1-2 കെയർ ചെയ്യണം. ഒന്ന്, അപ്പോൾ ഇതിനകത്ത് സ്ട്രെങ്ത് കുറയും, ഈച്ചകളുടെ എണ്ണം കുറയും. ഈ മഴക്കാലം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുറയ്ക്കുന്നത്, റാണി മുട്ടയിടിയിൽ കുറയ്ക്കും. അതനുസരിച്ച് ഉണ്ടായി വരുന്ന ഈച്ചകളുടെ എണ്ണം കുറയും. അങ്ങനെ ഇതിൻ്റെ സ്ട്രെങ്ത് കുറയും. സ്ട്രെങ്ത് കുറയുമ്പോൾ ഈ തേനീച്ചകൾ ഈ നടുക്കുള്ള അടകളിലേക്ക് ചുരുങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 വശവുമുള്ള അടകൾ എടുത്തു മാറ്റണം, റിമൂവ് ചെയ്തിട്ട് അവിടെ ഒന്നെങ്കിൽ
ബൈൻഡോ അല്ലെങ്കിൽ തടിയോ എല്ലാം വെച്ച് ഇവർക്ക് ചൂട് കൂട്ടാൻ വേണ്ടി, അതായത് ഇപ്പം മഴ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ചൂട് കുറയുക, തണുപ്പ് കൂടുക. അപ്പോൾ അവരെ ചൂട് കൂട്ടാൻ വേണ്ടിയുള്ള ടെക്നിക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും തടിയോ ബൈൻഡോ എല്ലാം വെച്ച് ഇവരെ അടുപ്പിച്ച്, അതായത് നമ്മൾ കമ്പിളി പുതയ്ക്കുന്ന പോലെ അടുപ്പിച്ച് വെച്ച് അവർക്ക് ചൂട് കൂട്ടാനുള്ള സെറ്റപ്പ് കൊടുക്കണം. എന്നിട്ട് ചുറ്റും അല്പം പോലും വെള്ളം അകത്ത് കയറാത്ത രീതി പ്ലാസ്റ്റിക് പൊതിയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ സമയം മുതൽ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സ്ട്രെങ്ത് അധികം കുറയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ. ഇവരെ പിരിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട ടൈമെന്ന് പറഞ്ഞാൽ തുലാവർഷം കഴിയുന്ന സമയമുണ്ടല്ലോ, ഒക്ടോബറിൽ തുലാവർഷം കഴിയും. പിന്നെ ഈ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് ഇവരുടെ പ്രജനന കാലം. നവംബർ ഡിസംബർ ആ സമയത്ത് ചെയ്യേണ്ടത്, ആ സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫീഡിങ് കൊടുത്ത് 6 അടയും ഫില്ലാക്കണം. താഴത്തെ അട ഫുള്ള്, അതായത് 2 അട നമ്മൾ റിമൂവ് ചെയ്തല്ലോ, ആ അടയെ ഫില്ലാക്കിയിരിക്കണം. അപ്പം ഫീഡിങ് കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് ഇവർ പുതിയ അട കെട്ടി അതിനകത്ത് മുട്ടയിട്ട് ഇടിയിൽ കൂട്ടും. അട വെച്ച് കൊടുക്കണോ അതോ ജസ്റ്റ് ഫ്രെയിം മാത്രം വെച്ച് കൊടുത്താൽ മതി? മാത്രം വെച്ച് കൊടുത്താൽ മതി. ആ ഫ്രെയിമിലൂടെ അവർ കെട്ടി വരും. ചിലപ്പോൾ അവർ വേറെ സൈഡിലൂടെയും അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഫ്രെയിമിൻ്റെ അറ്റത്തൂടെയും അതുകൊണ്ട് ഇതേപോലെയൊക്കെ കെട്ടി വരാം. ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ കെട്ടില്ല. അപ്പോൾ എന്താ ചെയ്യണം, അതിങ്ങനെ എടുക്കണം, ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ഈ ബേസ് ഒരു ഫ്രെയിമിൻ്റെ അറ്റത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബേസിലൂടെ അവർ ഫുള്ള് ആ ഫ്രെയിമേ കെട്ടി വരും.